നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി മുതൽ ബി.എഡ് കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദേശീയ തലത്തിലുള്ള അഭിരുചി പരീക്ഷ എഴുതേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി ടീച്ചിംഗ് കോഴ്സുകൾ പരിഷ്കരിച്ചുള്ള കരട് മാർഗരേഖയിലാണ് ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. 3 തരത്തിലുള്ള ബി.എഡ് കോഴ്സുകൾക്കാണ് ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി പാസ്സായവർക്ക് 4 വർഷ ബി.എഡ്, ഡിഗ്രി കഴിഞ്ഞവർക്കായി 2 വർഷ ബി.എഡ്, PG പാസ്സായവർക്കായി 1 വർഷ ബി.എഡ് എന്നിങ്ങനെയാണ് 3 തരത്തിലുള്ള ബി.എഡ് കോഴ്സുകൾ. ഗുണനിലവാരമുള്ള അധ്യാപകരുടെ സേവനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദേശീയ തലത്തിലുള്ള അഭിരുചി പരീക്ഷ നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷയുടെ ചുമതല വഹിക്കുന്നത്. ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് 4 വർഷമായി സംയോജിപ്പിച്ച് BA ബി.എഡ്, BSc ബി.എഡ്, BCom ബി.എഡ് എന്നിങ്ങനെയാണ് കോഴ്സുകൾ. ഇത് ഇരട്ട ഡിഗ്രി ആയിരിക്കും. 3 വർഷം പഠനവും 4-ാം വർഷം അധ്യാപക വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തിയാണ് കോഴ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി 3 വർഷ ബിരുദം നേടിയവർക്ക് 2 വർഷ ബി.എഡിന് ചേരാം. ഇതിനായി ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ സെക്കൻഡറി എന്നീ 4 വിദ്യാഭ്യാസ ഘട്ടങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകും. PG പാസ്സായവർക്ക് 1 വർഷത്തെ ബി.എഡ് കോഴ്സിന് ചേരാം. ഇതിനോടൊപ്പം തന്നെ 2 വർഷം ദൈർഘ്യമുള്ള M.Ed കോഴ്സുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോഴ്സുകളുടെ പ്രവേശനത്തിനും ദേശീയതല അഭിരുചി പരീക്ഷ ഉണ്ടാകും. മറ്റെന്തെങ്കിലും വിഷയത്തിൽ PGക്ക് പഠിക്കുന്നവർക്ക് M.Ed പാർട്ട് ടൈമായി പഠിക്കാനുള്ള കോഴ്സും സർവകലാശാലകളിൽ നടപ്പിലാക്കും.